Hello and welcome to Everyday English Speaking and Writing Skills. ഇന്നത്തെ വീഡിയോയിൽ better BETTER എന്ന ഇംഗ്ലീഷ് വാക്ക് കൊണ്ടുള്ള വാചകങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. ബെറ്റർ എന്ന വാക്കിന്റെ അർത്ഥം കൂടുതൽ നല്ലത്, മെച്ചപ്പെട്ടത് എന്നൊക്കെയാണ്. ഓക്കെ, ഈ ലെസൺ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സിനിമ ഞാൻ കരുതിയതിലും മെച്ചപ്പെട്ടതായിരുന്നു. സിനിമ ഞാൻ കരുതിയതിനേക്കാളും മെച്ചപ്പെട്ടതായിരുന്നു. ദ മൂവി വാസ് ബെറ്റർ ദാൻ ഐ തോട്ട്. ദ മൂവി അല്ലെങ്കിൽ ദ സിനിമ വാസ് ബെറ്റർ ദാൻ ഐ തോട്ട്. ബെറ്റർ ദാൻ ഐ തോട്ട് അതായത് ഞാൻ വിചാരിച്ചതിലും വെച്ച് ബെറ്റർ ആയിരുന്നു, മെച്ചപ്പെട്ടതായിരുന്നു. ദ മൂവി, ദ സിനിമ. ഈ മൂവി എന്നതിനെ നമുക്ക് ഫിലിം എന്ന് പറയാം. ഫിലിം എന്ന് പറയരുത്, ഫിൽം. Okay, so the film was better than I thought. ഞാൻ നീന്തുന്നതിനേക്കാളും നന്നായിട്ട് അവൾ നീന്തും. ഞാൻ നീന്തുന്നതിനേക്കാളും നന്നായിട്ട് അവൾ നീന്തും. She swims much better than me. She swims much better than me. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മീ ആണോ വേണ്ടത്, ഐ ആണോ വേണ്ടത് എന്ന് എത്രയോ കാലമായി നടക്കുന്ന ഒരു ചർച്ചയാണ്. അതായത് ബെറ്റർ ദാൻ മീ ആണോ ബെറ്റർ ദാൻ ഐ ആണോ എന്ന്. ഓക്കെ, ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ബെറ്റർ ദാൻ മീ എന്നത് നമുക്ക് ഇൻഫോർമൽ സിറ്റുവേഷൻ, അതായത് ഒഫീഷ്യൽ അല്ലാത്ത കാര്യങ്ങളിൽ സംസാരിക്കുമ്പോഴോ എഴുതുമ്പോഴോ നമുക്ക് മീ എന്ന് ഉപയോഗിക്കാവുന്നതാണ്. വളരെ ഗ്രമാറ്റിക്കൽ ആയിട്ടും വളരെ റൂൾസ് എല്ലാം ഫോളോ ചെയ്ത് എഴുതുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ, അതായത് ഒരു ഓഫീസിലെ കമ്മ്യൂണിക്കേഷൻ ആണ്, ഒരു കോൺട്രാക്ട് ആണ്, അല്ലെങ്കിൽ ഒരു ലെറ്റർ ആണ്, അങ്ങനെയൊക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ ഐ ഉപയോഗിക്കുന്നതാണ് ശരി അവിടെ. ഓക്കെ, ഷീ സ്വിംസ് മച്ച് ബെറ്റർ ദാൻ മീ എന്നതും ശരിയാണ്. കുറേയും കൂടെ ഫോർമൽ സ്ട്രിക്ട് റൂൾസ് പ്രകാരമാണെങ്കിൽ ഷീ സ്വിംസ് മച്ച് ബെറ്റർ ദാൻ ഐ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മച്ച് ബെറ്റർ എന്നാണ് പറയേണ്ടത്, അല്ലാതെ മോർ ബെറ്റർ എന്ന് പറയരുത്. അത് തെറ്റായ ഇംഗ്ലീഷ് ആണ്. ഷീ സ്വിംസ് മോർ ബെറ്റർ ദാൻ മീ എന്ന് പറയില്ല. ഷീ സ്വിംസ് മച്ച് ബെറ്റർ ദാൻ മീ. അതുപോലെ അവളുടെ നീന്തൽ എന്റേതിനേക്കാൾ മെച്ചപ്പെട്ടതാണ്. അതായത് ഞാൻ നീന്തുന്നതിനേക്കാളും മെച്ചപ്പെട്ടതാണ് അവളുടെ നീന്തൽ. ഹെർ സ്വിമ്മിങ് ഈസ് ബെറ്റർ ദാൻ മൈൻ. ഹെർ സ്വിമ്മിങ്, അവളുടെ നീന്തൽ ഈസ് ബെറ്റർ ദാൻ മൈൻ. മൈൻ എന്ന് പറഞ്ഞാൽ എന്റെ. അപ്പോ എന്റേതിനേക്കാളും ബെറ്റർ ആണ് അവളുടെ നീന്തൽ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബെറ്റർ ദാൻ മൈൻ എന്നാണ് പറയുന്നത്, അല്ലാണ്ട് മൈൻസ് എന്ന് ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് തെറ്റാണ്. സോ ബെറ്റർ ദാൻ മൈൻ. നേരത്തെ നമ്മൾ പറഞ്ഞ ഇതിന് മുന്നത്തെ സെന്റൻസിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ബെറ്റർ ദാൻ മീ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി ഒഫീഷ്യൽ ആയിട്ട് പറയുകയാണെങ്കിൽ ബെറ്റർ ദാൻ ഐ, അങ്ങനെ പറയണം. ഓക്കെ. നീന്തലിൽ എന്നെക്കാളും നല്ലത് അവളാണ്. നീന്തലിൽ എന്നെക്കാളും നല്ലത് അവളാണ്. നല്ലത് എന്ന് ഉദ്ദേശിക്കുന്നത് നീന്തുന്ന കാര്യത്തിൽ അവൾ എന്നെക്കാളും ബെറ്റർ ആണ് എന്നാണ് നമ്മളിവിടെ പറയുന്നത്. ഇൻ സ്വിമ്മിങ്, അതായത് നീന്തലിൽ, ഷീ ഈസ് ബെറ്റർ ദാൻ മീ. ഇൻ സ്വിമ്മിങ്, അതായത് നീന്തലിൽ, ഷീ ഈസ് ബെറ്റർ ദാൻ മീ. ഈ ട്രാഫിക്കിൽ വാഹനം ഓടിക്കുന്നതിനേക്കാളും നല്ലത് മെട്രോ എടുക്കുന്നതാണ്. ഈ ട്രാഫിക്കിൽ വാഹനം ഓടിക്കുന്നതിനേക്കാളും നല്ലത് മെട്രോ എടുക്കുന്നതാണ്. അതായത് മെട്രോയിൽ സഞ്ചരിക്കുന്നതാണ് ബെറ്റർ എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ബെറ്റർ ടു ടേക്ക് ദ മെട്രോ ദാൻ ഡ്രൈവ് ഇൻ ദിസ് ട്രാഫിക്. ഇറ്റ് ഈസ് ബെറ്റർ ടു ടേക്ക് ദ മെട്രോ, അതായത് മെട്രോ എടുക്കുന്നതാണ് നല്ലത്, ദാൻ ടു ഡ്രൈവ് ഇൻ ദിസ് ട്രാഫിക്. ദാൻ ഡ്രൈവ് ഇൻ ദിസ് ട്രാഫിക് അല്ലെങ്കിൽ than to drive in this traffic. അപ്പൊ ആ ടു എന്ന വാക്ക് നമുക്ക് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്, കുറച്ചും കൂടെ ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആവണമെങ്കിൽ. കാഷ്വൽ സ്പോക്കൺ ഇംഗ്ലീഷിൽ ടു എന്ന വാക്ക് ചേർക്കാതെയും പറയാം. ഈ സെന്റൻസിനെ നമ്മൾ ഇറ്റ് ഈസ് ബെറ്റർ എന്നതിനെ കുറച്ചും കൂടെ സ്ട്രെസ് ചെയ്ത് പറയണമെങ്കിൽ ഇറ്റ് ഈസ് ഫാർ ബെറ്റർ ടു ടേക്ക് ദ മെട്രോ ദാൻ ഡ്രൈവ് ഇൻ ദിസ് ട്രാഫിക്, അങ്ങനെയും പറയാം. അപ്പൊ വെറും ബെറ്റർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫാർ ബെറ്റർ എന്ന് വേണമെങ്കിൽ ചേർക്കാം. അതും അല്ലെങ്കിൽ it is much better to take the metro than drive in this traffic, അങ്ങനെയും പറയാം. അപ്പോൾ better, far better or much better. ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്താൽ അതിന്റെ രുചി കൂടും. ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്താൽ അതിന്റെ രുചി കൂടും, അല്ലെങ്കിൽ അതിന് കൂടുതൽ രുചി ഉണ്ടാകും. It will taste better if you
add a teaspoon of ghee, it will taste better. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ രുചി, ബെറ്റർ. അപ്പൊ ടേസ്റ്റ് കുറച്ചുകൂടെ മെച്ചപ്പെടും ഇഫ് യു ആഡ് എ ടീസ്പൂൺ ഓഫ് ഗീ. ഗീ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നെയ്യ്. അപ്പോ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്താൽ ഇറ്റ് വിൽ ടേസ്റ്റ് ബെറ്റർ. വിഷമിക്കരുത്, നീ വേഗം തന്നെ സുഖം പ്രാപിക്കും. വിഷമിക്കരുത്, നീ വേഗം തന്നെ സുഖം പ്രാപിക്കും. ഡോണ്ട് വറി, യു വിൽ ഗെറ്റ് ബെറ്റർ സൂൺ. ഡോണ്ട് വറി എന്ന് പറഞ്ഞാൽ വിഷമിക്കണ്ട അല്ലെങ്കിൽ വറീഡ് ആകണ്ട. യു വിൽ ഗെറ്റ് ബെറ്റർ സൂൺ. സൂൺ എന്ന് പറഞ്ഞാൽ വേഗം തന്നെ. ഗെറ്റ് ബെറ്റർ എന്ന് പറഞ്ഞാൽ സുഖം പ്രാപിക്കുക. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട യൂസേജ് എന്താണെന്ന് വെച്ചാൽ ഗെറ്റ് ബെറ്റർ, സുഖം പ്രാപിക്കുക, അസുഖം ഭേദമാകുക. എനിക്ക് ഈ ഷർട്ടാണ് മറ്റേതിനേക്കാൾ കൂടുതൽ ഇഷ്ടമായത്. എനിക്ക് ഈ ഷർട്ടാണ് മറ്റേതിനേക്കാൾ കൂടുതൽ ഇഷ്ടമായത്. ഐ ലൈക്ക് ദിസ് ഷർട്ട് മച്ച് ബെറ്റർ ദാൻ ദി other one. I like this shirt much better than the other one. Other one എന്നിവിടെ പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് മറ്റൊരെണ്ണം അല്ലെങ്കിൽ മറ്റത് എന്നർത്ഥമാണ്. ബെറ്റർ ദാൻ ദി അതർ വൺ എന്ന് പറഞ്ഞാൽ അതർ വണ്ണിനേക്കാളും നല്ലത്, മെച്ചപ്പെട്ടത്. ബെറ്റർ ദാൻ. ഐ ലൈക്ക് ദിസ് ഷർട്ട് മച്ച് ബെറ്റർ. കൂടുതൽ ഇഷ്ടമായത് എനിക്ക് ഈ ഷർട്ടാണ് മറ്റേതിനേക്കാളും. ദാൻ ദി other one. I like this shirt much better than the other one. ഇവിടെ നമ്മൾ ഷർട്ട് എന്ന് പറയരുത്, ഷർട്ട്. ഓക്കെ, അതേപോലെ ഇവിടെ മച്ച് ബെറ്റർ എന്നാണ് പറയേണ്ടത്. അല്ലാണ്ട് ഐ ലൈക്ക് ദിസ് ഷർട്ട് മോർ ബെറ്റർ ദാൻ ദി അതർ വൺ എന്ന് പറയരുത്. മോർ ബെറ്റർ എന്നത് റോങ് ഇംഗ്ലീഷ് ആണ്. മച്ച് ബെറ്റർ. ഈ നഗരത്തിന്റെ ചുറ്റുവട്ടമൊക്കെ എന്നെക്കാൾ കൂടുതൽ അവൾക്കാണ് അറിയുക. ഈ നഗരത്തിന്റെ ചുറ്റുവട്ടമൊക്കെ എന്നെക്കാൾ കൂടുതൽ അവൾക്കാണ് അറിയുക. She knows her way around the city better than I do. She knows her way around the city. Knows her way around the city എന്ന് പറഞ്ഞാൽ സിറ്റിക്കകത്ത് ഉള്ള സ്ഥലങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് അവൾക്ക് അറിയാം, എന്നെക്കാളും. ബെറ്റർ ദാൻ ഐ, ഞാൻ അറിയുന്നതിനേക്കാളും കൂടുതലായി. ഷീ നോസ് ബെറ്റർ എന്നാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഷീ നോസ് ഹെർ വേ അറൌണ്ട് ദ സിറ്റി ബെറ്റർ ദാൻ ഐ ഡു. ബെറ്റർ ദാൻ ഐ എന്ന് പറഞ്ഞ് നിർത്തത് ബെറ്റർ ദാൻ ഐ ഡു. അവളുടെ സഹോദരേക്കാളും കാണാൻ ഭംഗി അവളെയാണ്. അവളുടെ സഹോദരിയേക്കാളും കാണാൻ ഭംഗി അവളെയാണ്. She is better looking than her sister. She is better looking. Better looking എന്ന് പറഞ്ഞാൽ കൂടുതൽ ഭംഗിയുള്ള എന്നർത്ഥമാണ്. ഓക്കെ, സോ ഷീ ഈസ് ബെറ്റർ ലുക്കിംഗ് ദർ സിസ്റ്റർ. ഇതല്ലെങ്കിൽ നമുക്ക് ഈ ബെറ്റർ ലുക്കിങ്ങിന് പകരമായി വേണമെങ്കിൽ നമുക്ക് പറയാം ഷീ ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ ഹെർ സിസ്റ്റർ. അല്ലെങ്കിലോ ഷീ ഈസ് മോർ അട്രാക്റ്റീവ് ദാൻ ഹെർ സിസ്റ്റർ. അപ്പോ ബെറ്റർ ലുക്കിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ മോർ ബ്യൂട്ടിഫുൾ ദാൻ ഹെർ സിസ്റ്റർ എന്ന് പറയാം. അതല്ലെങ്കിൽ മോർ അട്രാക്റ്റീവ് ദാൻ ഹെർ സിസ്റ്റർ എന്ന് പറയാം. ഓക്കെ, അപ്പോ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ലെസൺ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.